തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിൽ തീപിടുത്തം 5 ബോഗികളിൽ തീപിടിച്ചു. ബോഗികൾ പാളം തെറ്റിയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് സൂചന. ആളപായമില്ല. ചെന്നൈ സെൻട്രലിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. സംഭവത്തെ തുടർന്ന് തിരുവള്ളൂർ വഴിയുള്ള 8 ട്രെയിനുകൾ റദ്ദാക്കി. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, ഇതിൽ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ചരക്ക് ട്രെയിനിനാണ് തീപിടിച്ചത്. ഈ അപകടത്തിന് കാരണം എന്ത് എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ. അപകടമാണ് ഉണ്ടായത്. അത് തീപിടുത്തം എന്നുള്ളത് ഒരു ബോഗിയിൽ തീപിടിച്ചത് ആദ്യം, പിന്നീട് 3 ബോഗിയിലേക്ക് തീപിടുത്തം വ്യാപിച്ചു. പിന്നീട് അതിപ്പോൾ 5 ബോഗിയിലാണ് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതുവരെയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത്. തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് തീ അണയ്ക്കുമ്പോൾ വീണ്ടും തീ കത്തുന്നുണ്ട് എന്നാണ് പ്രദേശത്ത് നിന്നുള്ളവർ നൽകുന്ന വിവരം. അതിൽ ഇപ്പോൾ അങ്ങനെ സ്ഥലത്ത് കളക്ടറും ഒപ്പം തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാളം തെറ്റിയത് മൂലം, ബോഗികൾ പാളം തെറ്റിയത് മൂലമാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇതിൽ ഉണ്ടായിരുന്നത് എണ്ണയാണ്. അത് ഡീസൽ ആയിരുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അതിനപ്പുറം നിലവിൽ അത് ഇന്ധനമായി കണക്കാക്കാം. അപ്പോൾ അങ്ങനെ അത് കത്തി ഉണ്ടായ ഒരു അപകടമായതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി കുറച്ച് വലുതാണ്. ഒരു ഭാഗത്ത് നിന്ന് അണയ്ക്കുമ്പോൾ വീണ്ടും കത്തും. അപ്പോൾ അങ്ങനെ 10-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തെത്തി അവർ ഇത്തരത്തിൽ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഇത് വലിയ തോതിൽ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഏതാണ്ട് അപകടം ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ആ സമയത്തുണ്ടായിരുന്നത് പോലെ തന്നെ തീ ഉണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം എന്തായാലും ഈ റൂട്ട് വഴി അത് താറുമാറായിരിക്കുകയാണ്. 8 ട്രെയിനുകൾ, പ്രധാനപ്പെട്ട വന്ദേ ഭാരതും ശതാബ്ദി എക്സ്പ്രസും അടക്കമുള്ള ട്രെയിനുകൾ അത് ഏതാണ്ട് 9:30 വരെ ഈ റൂട്ടിലേക്കുള്ള എല്ലാ ട്രെയിനുകളും. അപ്പോൾ അതിനുശേഷം ഇനി ഒരു അപ്ഡേറ്റ് കൂടി വരാനുണ്ട്. അപ്പോൾ കൂടുതൽ ട്രെയിൻ റദ്ദാക്കുമെന്നുള്ള കാര്യം. കേരളത്തെ ബാധിക്കുന്ന ട്രെയിനുകൾ അത് ഏതൊക്കെയാണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയാമോ? കേരളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനുകളെ ഒന്നും തന്നെ ഇത് ബാധിക്കുന്നില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നേരെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. പക്ഷേ കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനുകൾ പലതും ഈ ഒരു ട്രെയിനിൽ കോയമ്പത്തൂരിലേക്കൊക്കെ എത്തി പിന്നീട് അവിടുന്ന് പാലക്കാടൊക്കെ പോകുന്ന മലയാളികൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെയും ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും തിരുവള്ളൂരിലും ചെന്നൈ സെൻട്രലിലും മറ്റ് പ്രധാനപ്പെട്ട ചില റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ബസ് സൗകര്യം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ബസ്സുകൾ സജ്ജീകരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യക്കാരല്ലാത്തവർ നിലവിൽ യാത്ര ഉപേക്ഷിക്കണം എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഈ ട്രെയിൻ ഗതാഗതത്തിന് സാരമായി ബാധിക്കുന്നു. 5 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുമുണ്ട്. അത് കൂടുതൽ ട്രെയിനുകളായത് മാറുകയും ചെയ്യും. ഈ സബർബൻ ട്രെയിനുകൾ, ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ സബർബൻ ട്രെയിനുകൾ ഏതാണ്ടൊക്കെയും പൂർണ്ണമായി തന്നെ റദ്ദു ചെയ്യുന്ന അല്ലെങ്കിൽ വഴി തിരിച്ചുവിടുന്ന, പാതി വഴിക്ക് യാത്ര ഉപേക്ഷിക്കുന്ന നിലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എത്രയും വേഗം ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഒരു 1.5 മണിക്കൂർ കൊണ്ടെങ്കിലും ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, ഞായറാഴ്ച അവധി ദിവസമാണ്, ഇത് കഴിഞ്ഞ് വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനു മുൻപ് ഈ തീ മുഴുവനായി അണയ്ക്കുക എന്നുള്ളതാണ് റെയിൽവേയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനായി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് തന്നെ എന്താണ് ഈ അപകട കാരണം എന്നുള്ളത് കൂടി പരിശോധിക്കുന്നു. സമീപത്ത് ചില വീടുകളുണ്ട്. ആ വീട്ടിലുള്ളവർ ആശങ്ക ഉയർത്തുന്നുണ്ട് അങ്ങോട്ടേക്ക് തീ പടരും എന്നുള്ളത്. പക്ഷേ റെയിൽവേ നിലവിൽ ഇത് നിഷേധിക്കുക കൂടി ചെയ്യുകയാണ്. അനുജ, ശരി, തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലാണ് ചരക്ക് ട്രെയിനിൽ തീപിടുത്തമുണ്ടായത്. എന്താണ് കാരണമെന്നത് വ്യക്തമായിട്ടില്ല. ഡീസലാണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ സൂചന വരുന്നുണ്ട്. എന്തായാലും വലിയ തീപിടുത്തമാണ്. തീ ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. 5 ബോഗികളിലാണ് തീപിടിച്ചത്. റെയിൽ ഗതാഗതം